പ്രിയ പ്രേക്ഷകരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം ഓരോ കൈയിലെയും ഓരോ മണ്ഡലങ്ങളെ കുറിച്ചാണ്. വ്യാമണ്ഡലമുണ്ട്, ശുക്രമണ്ഡലമുണ്ട്, ബുധമണ്ഡലം, സൂര്യമണ്ഡലം. ഇതെല്ലാവർക്കും ഒരുപോലെയല്ല. പലർക്കും പല ആദിയിലാണ് ഉണ്ടാവുക. ചിലർക്ക് ഉയർന്നിട്ടുണ്ടാവും, ചിലർക്ക് താണിട്ടുണ്ടാവും, ചിലർക്ക് സമായിട്ടുണ്ടാവും. ഇനി ഓരോ മണ്ഡലങ്ങൾ എങ്ങനെ വേണം എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. ഇത് ലക്ഷം മനുഷ്യർ കൂടുമ്പോൾ അതിൽ ലക്ഷണമുള്ളവർ ഒന്നോ രണ്ടോ, അങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാർക്കാണ് ഒരാൾക്കാണ് നല്ല വ്യാമണ്ഡലവും നല്ല ശനിമണ്ഡലവും ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഏതെല്ലാം ആ മണ്ഡലങ്ങൾ എന്ന് നമുക്ക് ആദ്യം പറയാം. ആദ്യം വ്യാമണ്ഡലത്തെ പറ്റിയാണ് പറയുന്നത്. വ്യാമണ്ഡലം മണ്ഡലം എന്ന് പറഞ്ഞാൽ ഓരോരു കയ്യിലേക്ക് കാണിച്ചിട്ടുണ്ട്. ഓരോരു മണ്ഡലങ്ങളും ഈ നോക്കിയോ, ചൂണ്ടും വിരലിൻ താഴെയാണല്ലോ വ്യാഴമണ്ഡലം, ഉയർന്നു കാണും വിഭാഗം എങ്കിലോ ഭാഗ്യലക്ഷണം, കൽപ്പനാശക്തിയും നല്ല കീർത്തിയും രാജഭോഗവും ധനവും വ്യാഴമീമണ്ണാം ഉയർന്നുകൊള്ള സൽഫലം, ആചാര്യസ്ഥാനവും ശാസ്ത്ര നൈപുണ്യം കാവ്യകൗതുകം ഇവ നേടിയെടുത്തോർക്കും വ്യാഴമുച്ചസ്ഥനായിടും, അധിക ചിഹ്നമോ ദീപോ വ്യാഴത്തിൽ അങ്കുരിക്കയിൽ വിവാഹമൂലം ഉണ്ടാകും ധനവും ബന്ധുശക്തിയും, ആത്മരേഖ വളർന്നിട്ട് വ്യാഴത്തിനുമ്മ നൽകുകയിൽ സ്വപ്നം കൊണ്ട് സമ്പത്തുണ്ടാക്കി എന്നവർ നിർണയം. ഇങ്ങനെയാണ് അത് ആദ്യം തന്നെ പറഞ്ഞത്. പുരുഷന് വലം കൈയിൽ നാരിക്കെടുത് കൈയിൽ നോക്കണം മസാസത്തിൽ തത്വങ്ങൾ മന്നത. അത് സ്ത്രീകൾക്ക് ഇടത്തെ കയ്യിലും പുരുഷന്മാർക്ക് വലത് കൈയിലാണ് നോക്കേണ്ടത്. അതുകൊണ്ട് അപ്പോൾ ചൂണ്ടിൻ വിരലിൻ്റെ ആണ് വ്യാമണ്ഡലം, ചൂണ്ടിൻ വിരലിൻ്റെ താഴെ. അപ്പോൾ ആയത് ഉയർന്നു കാണുമെങ്കിലോ ഭാഗ്യലക്ഷണമായി. കൽപ്പനാശക്തി എന്നുള്ള കീർത്തിയും രാജഭോഗവും. അപ്പോൾ എല്ലാത്തിനും ആര് പറഞ്ഞാൽ അനുസരിക്കുകയും ചെയ്യും. എൻ്റെ കീർത്തിയും രാജഭോഗവും ഒക്കെ ഉള്ള ധനവും ഉണ്ടാവും ഉയർന്ന വ്യാമണ്ഡലത്തിലേക്ക്. അത് പലർക്കും കാണാം. പ്രധാനമായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കയ്യിൽ ഇതുപോലത്തെ വ്യാമണ്ഡലമാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അതൊക്കെ ദൃശ്യമാധ്യമങ്ങളിൽ കൂടി കാണാം. അദ്ദേഹം പ്രസംഗിക്കുമല്ലോ മറ്റോ കൈ ഒന്നിച്ച് കാണിക്കുമ്പോൾ കാണാം. അത്രയും നല്ല വ്യാമണ്ഡലമായത്. ആചാര്യസ്ഥാനവും ശാസ്ത്ര നൈപുണ്യം കാവ്യകൗതുകം. ആചാര്യസ്ഥാനവും ഉണ്ടാവും, ശാസ്ത്രജ്ഞനായിരിക്കും. ഇവർക്കെല്ലാം ഇത് കാണാം. അധിക ചിഹ്നമോ ദീപോ വ്യാഴത്തിലെങ്കിൽ വിവാഹം മൂലം ഉണ്ടാക്കും ധനവും ബുദ്ധിശക്തിയും. ദീപടയാളങ്ങളോ വേറെ ചിഹ്നങ്ങളോ ഉണ്ടെങ്കിൽ വിവാഹം മൂലം ഇവർക്ക് ധനവും ഉണ്ടാവും, ബുദ്ധിശക്തിയും ഉണ്ടാവും. അതുപോലെ തന്നെ ആയുസ്രേഖ വളർന്നിട്ട് വ്യാഴത്തിനുമല്ല, ആയുസ്രേഖ വ്യാമണ്ഡലത്തേക്ക് തൊട്ട് കഴിഞ്ഞാൽ ആ സ്വപ്നം കൊണ്ട് സമ്പത്തുണ്ടാക്കുന്നതാണ്. സ്വന്തമായിട്ട് തന്നെ സമ്പാദിക്കും. വ്യാഴം താണവരാണെങ്കിൽ ദുർമാർഗം കൈവരിച്ചിടും, മടിയും ബുദ്ധിയും ഇട്ടുകൊണ്ട് വേലുന്ന എപ്പോഴും. താണ വ്യാഴമാണെങ്കിൽ ഈ ദുർമാർഗങ്ങളായിരിക്കും, അവർക്ക് മടിയന്മാരായിരിക്കും, എപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും അവർക്ക്. വളരെ പൊക്കമേറിയിടും വ്യാഴമണ്ഡലമുള്ളവർ അധികാരഭ്രമം മൂലം ആപത്തിൽ ചെന്ന് ചാടിയിടും. അധികമായ അമൃതം വിശുന്ന അധികമായിട്ട് മുന്തിയാൽ, വളരെയധികം അമിതമായിട്ട് മുന്തുന്നെങ്കിൽ ഇത് അധികാരഭ്രമം മൂലം ആവർത്തിച്ചെന്ന് ചാടുന്ന. അപ്പോൾ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് കുൽസിത മാർഗം എന്ന് വെച്ചിട്ട് അങ്ങനെ ആവർത്തിച്ചെന്ന് ചാടുന്ന വ്യാമണ്ഡലം അധികം വരണം. പ്രത്യേകത്തിൽ വരണം, അമിതമായിട്ട് വരുവാൻ പാടില്ല. ഇനി ശനിമണ്ഡലമാണ്. നടുക്കുള്ള വിരൽ ചോട്ടിൽ കാണുന്നു ശനിമണ്ഡലം, സാമാന്യ ഉന്നത സ്ഥാനം തേടി നിൽക്കുമേ ഉത്തമം. ആ നടുക്കുള്ള വിരലിൻ്റെ ഏറ്റവും ചോട്ടിലുള്ളതാണ് ശനിമണ്ഡലം. അപ്പോൾ അത് ഉയർന്നാണ് ഏറ്റവും നല്ല ഉന്നതസ്ഥാനം തേടി നിൽക്കുന്നത്. ശനി ഉന്നതമായുള്ളവർ നല്ല സാമർത്ഥ്യം ഏതിനും കാണിക്കും, കൃഷികാര്യത്തിൽ അത്യന്തം ശ്രദ്ധ നൽകിയിടും. ശനി നല്ല കൃഷിക്കാരായിരിക്കും വരുന്ന, ധാരാളം സ്വത്തും കാര്യങ്ങളുണ്ടാവും ശനി മണ്ഡലത്തിൽ ഉയർന്നാൽ. ബലമേറും നാട്ടുകാരെ ബഹുമാനിക്കും എപ്പോഴും, സംഗീത കലയിൽ ഉയർത്തിയിടും. ശനി ഉന്നതമല്ലെങ്കിൽ ദാമ്പത്യം മൂലം എപ്പോഴും ക്ലേശമുണ്ടായിടും, മക്കൾ ഉണ്ടാകാതെ ഇരുന്നിടും. ശനി താഴ്ത്താണെങ്കിൽ ഇതൊക്കെ ഉണ്ടാവുന്ന ദാമ്പത്യം മൂലം എപ്പോഴും പ്രശ്നങ്ങളും, മക്കളും ചിലർക്ക് മക്കളുണ്ടായില്ല എന്നും വരും. വളരെ കാണുന്ന ശനിമണ്ഡലമെങ്കിലോ വളരെ കാലം അത്യന്തം ക്ലേശമുണ്ടായിരുന്ന ശനിൻ്റെ ഒരു കുഴിഞ്ഞുപോയ ശനി മണ്ഡലം ഉയർത്തില്ല താണു നിൽക്കുന്ന അവർക്ക് വളരെ കാലം ക്ലേശമുണ്ടായിരുന്നതാണ്. ബുദ്ധിയില്ലായ്മയും മാത്രം ദേശവും മടി എന്നിവ വാച്ചിടുന്നതിൽ താണു നിൽക്കുന്നു ശനിമണ്ഡലം. ഗലനാമം എഴുരേഖ ശനിയിൽ കണ്ടുവെങ്കിലോ മൂഢബുദ്ധി വളർന്നിടും, മാശയില്ലാതെ വാടിടും. അപ്പോൾ ശനിമണ്ഡലത്തിൽ ഒരു രേഖ വിലങ്ങനെ ഉണ്ടായാൽ ഗലനാമ എഴുരേഖ എന്ന് പറയുക. ഒരു രേഖ ഉണ്ടെങ്കിൽ അവർക്ക് മൂഢബുദ്ധി വളർന്നിടുന്ന,
ഒരു ആഗ്രഹമില്ലാണ്ട് ഇങ്ങനെ ജീവിക്കും എന്നത്. ഇനി സൂര്യമണ്ഡലമാണ് വരുന്നത്. സൂര്യമണ്ഡലം എന്ന് പറഞ്ഞാൽ മോതിരവിരലിൻ്റെ താഴേക്കുള്ള മണ്ഡലമാണ്. അനാമയ്ക്ക് താഴത്തായി കാണുന്നു രവിമണ്ഡലം, പൊക്കവും താഴ്ചയും വിട്ട് നിൽക്കും ഈ രവി ഉത്തമം. രവി അല്പം ഉയർന്നെങ്കിൽ അവരോ നല്ല വിദ്യയിൽ ഗവേഷണം നടത്തിയിടും, യശസ്സും പൊങ്ങിയിടും. ഇത് അധികം ഉയരുവാനോ അധികം താവുവാനോ പാടില്ല, ഒത്തരത്തിൽ കിട്ടണം ഈ സൂര്യമണ്ഡലം. വളരെ പൊങ്ങി നിൽക്കുന്ന രവിമണ്ഡലമുള്ളവർ ക്രൂരകൃത്യങ്ങൾ ചെയ്തിടും, ദാരിദ്ര്യം കൊണ്ട് അരഞ്ഞിടും. ഈ സൂര്യമണ്ഡലം അമിതമായിട്ട് ഉയർന്നു നിൽക്കുന്നെങ്കിൽ ഇവർ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നതായിരിക്കും, അവർ ദാരിദ്ര്യമായിരിക്കും ഭരിക്കുന്ന. അപ്പോൾ സൂര്യമണ്ഡലം അധികം ഉയരുവാൻ പാടില്ല, ഒത്ത തരത്തിൽ രവി ആയിരിക്കണം. താവുവാൻ പാടില്ല, ഉയരുവാനും പാടില്ല അധികം. സൂര്യൻ തൻ മണ്ഡലം താണു കണ്ടിട്ടെങ്കിലായവർ അജ്ഞാനം, മടി, ദുർബുദ്ധി എന്നിവയ്ക്ക് അടിവപ്പെടും. സൂര്യമണ്ഡലം താണു കഴിഞ്ഞാൽ അജ്ഞാനം, മടി, ദുർബുദ്ധി ഇവയെല്ലാം ഇവർക്കുണ്ടാവുന്നതാണ്. സൂര്യനിൽ ഭാരതീ രേഖ ചാരുവായി ചേരുമെങ്കിലോ പാരം പാണ്ഡിത്യവും നല്ല പേരും നേരിടുമായവർ. സൂര്യനിൽ ഭാരതീ രേഖ ഇവിടെ കാണില്ല, ഈ കയ്യിലുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ സൂര്യനിലൊരു സൂര്യരേഖ കണ്ടാൽ അവർ പാണ്ഡിത്യവും എല്ലാം ഉള്ള ആളുകളായിരിക്കും, അതുപോലെ തന്നെ പേരും നേരിടുന്ന. ഇനി ബുധമണ്ഡല ചെറുവിരലിൻ്റെ നേരെ താഴെ ചെറുതാം വിരലിന് താഴെ മുതമായിട്ട് പൊങ്ങിയും പരന്നും വിരാജിക്കുന്നു ബുധമണ്ഡലം. ഇങ്ങനെ അത് അധികം പൊങ്ങൊരു പാടില്ല, പരന്ന ബുധമണ്ഡലമായിട്ടൊന്നല്ല. ബുധൻ ഇങ്ങനെ കാണുന്നവർ ഫലിതങ്ങൾ പറഞ്ഞിടും, വാഗ്മിത്വം കൊണ്ട് വിജ്ഞാന ലോകത്തിൽ പേരുയർത്തിടും. കുറ്റാന്വേഷണ വൈദഗ്ധ്യം കുറ്റമില്ലാതെ നേരിടും, ഗൂഢഭാഷാസ്ത്രണം ചെയ്യും ഗാഠചിന്തയിലാണ്. ഗൂഢമായിട്ട് സംസാരിക്കും, വളരെ രഹസ്യമായിട്ട് അവർ സംസാരം എല്ലാം വളരെയധികം ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരിക്കുന്ന ഈ ബുധമണ്ഡലം നല്ല ആള്. അപ്പോൾ അവർക്ക് ഫലിതങ്ങൾ പറയുന്നതായിരിക്കും, വാഗ്മിത്വം ഉണ്ടാവും, വിജ്ഞാന ലോകത്തിൽ പേരുയർത്തിയിടുന്ന പറയുന്നത്. സംഗീത കലയിൽ പാരം പാണ്ഡിത്യം സംഭരിച്ചിടും, വിവാഹം യൗവനാരംഭമാകുമ്പോൾ തന്നെ ചെയ്തിടും. ക്രമത്തിലധികം പൊങ്ങി നിൽക്കുന്നു ബുധനെങ്കിലോ വക്രബുദ്ധി വളർന്നിടും, ധാരാളം സഞ്ചരിച്ചു. അധികം ഉയർന്ന ബുധമണ്ഡലമാണെങ്കിൽ ഇവർക്ക് വക്രബുദ്ധി ആയിരിക്കും, നേരാർക്കുള്ള ബുദ്ധിയല്ല, അത് ധാരാളം സഞ്ചരിക്കുന്ന ആളുകളായിരിക്കും. താണു കാണും ബുധമേടു കൈവരിക്കുന്ന മനവർ, സ്വന്തം കുടുംബ ബന്ധങ്ങൾ ഉലയാക്കാൻ റെഡിയും. അപ്പോൾ താണാലും ഇതാണ്, അധികം താണു കഴിഞ്ഞാൽ സ്വന്തം കുടുംബങ്ങൾ ബന്ധം ഉലയാനിടവരും. അധിക ചിഹ്നമീന്നല്ല ബുധനിൽ കളിയാടുകിൽ ധനനഷ്ടം സംഭവിക്കും, മാനഹാരി വരുന്നുണ്ടോ. ബുധനിൽ ഒരു രേഖ ഉണ്ടാവാൻ പാടില്ല, നേരെ കുത്തനൊരു രേഖ, ഒന്ന് രണ്ട് രേഖ പറ്റൂ, ബാക്കി അധിക ചിഹ്നം പറ്റൂല. ഒരു തിരിച്ചും മറിച്ചുമുള്ള ചിഹ്നങ്ങളൊന്നും ഈ ബുധമണ്ഡലത്തിൽ പറ്റൂല. ബുധമേട്ടിൽ ജനിച്ചൊറ്റ രേഖ ആത്മാവിലെത്തിയാൽ ബുധനാണെങ്കിലും സർവ്വ ധനവും നഷ്ടമായിടും. ബുധന്റെ അടുന്ന് ഒരു രേഖ ആത്മാവിലെത്തിയാൽ, ആയുസ് രേഖയിലെത്തിയാൽ സർവ്വവും നഷ്ടമായിട്ടെന്നാണ് പറയുന്നത്. ഇനി കുജമണ്ഡലം, കുജന് രണ്ട് മണ്ഡലങ്ങളുണ്ട്, ഒന്ന് ശുക്രവേട്ടന് മേലെ, ഒന്ന് ബുധമണ്ഡലത്തിൽ തായിയായിട്ട്. അല്ല ഒന്നാമത്തത് അതത് പറയാം. ബുധനും വ്യാഴമേറ്റിനും വ്യാഴത്തായ രണ്ടു ഭാഗമായി കുജമണ്ഡലം അത്യന്തം ഭംഗിയായി വിലസുന്നടോ. ഉയർന്നു മിതമായിട്ടു കുജഭോഗങ്ങളുള്ളവർ വാക്യത്വം ധൈര്യവും പിന്നെ ധൈര്യവും കൈവരിച്ചിടും. ഈ കുജമണ്ഡലം, ഈ വ്യാഴമണ്ഡലത്തെ ചോട്ടിലുള്ള കുജമണ്ഡലം ഉയർന്നു ചോദിക്കും, വളരെയധികം ഗുണമുണ്ട്. നല്ല ധൈര്യമുള്ളവരായിരിക്കും, വാക്യത്വം ധൈര്യവും പിന്നെ സ്ഥൈര്യവും സ്ഥിരത ഉണ്ടാവില്ല കൈവരിച്ചത്. കുജനേറ്റം ഉയർന്നുള്ളവർ ക്രിമിനൽ കുറ്റവാളികൾ, അധികം താണിരുന്നെങ്കിൽ ദയുള്ളവരായിടും. കുജൻ ഏറ്റവും ഉയർന്നാണെങ്കിൽ അത് ഒന്നാമത്തേന്ന് പറഞ്ഞാൽ വ്യാഴമണ്ഡലത്തിന്റെ ചോട്ടുള്ള ബുധനെ പറ്റിയാണ്, ചൊവ്വയെ പറ്റിയാണ് പറഞ്ഞത്. വ്യാഴമണ്ഡലത്തിലെ കീഴിലുള്ള ചൊവ്വക്ക് രണ്ട് മണ്ഡലങ്ങളുണ്ടല്ലോ പറഞ്ഞല്ലോ, ഒന്ന് ബുധന്റെ കീഴിൽ, ഒന്ന് വ്യാഴത്തിന്റെ കീഴിൽ. വ്യാഴത്തിന്റെ കീഴിലതാണ് ഈ പറയുന്നത്. ഈ ഉയർന്ന ആല് പിന്നെ ക്രിമിനൽ കുറ്റവാളിയായിരിക്കും, താണെന്നെങ്കിൽ ദയുള്ളവരായിരിക്കും. അധിക ചിഹ്നമോ മുക്കോണ്ടി ചിഹ്നമോ കുജമണ്ഡലം ധരിച്ചിരുന്നവർക്കൊണ്ട ആയിരുന്നു ധനരാശി. ഇത് അധിക ചിഹ്നമോ മുക്കോൺ ചിഹ്നമോ കുജമണ്ഡലത്തിൽ ധരിച്ചാൽ ഉണ്ടാകുന്നവർക്ക് ധന ഉണ്ടാവും എന്നാണ് പറയുന്നത്. പക്ഷേങ്കിൽ രണ്ടാമത്തെ ചൊവ്വമണ്ഡലം എന്ന് പറയുന്ന ബുധന്റെ ചോട്ടിലുള്ള അത് ഉയർന്നു ധാരാളം ധർമ്മം ചെയ്യുന്ന ആളുകളായിരിക്കും, നല്ല വ്യക്തികൾ അവർ കൊണ്ടുവരും, ധാരാളം ധർമ്മങ്ങൾ ചെയ്യുക. അവിടെ കറുത്ത കുറ്റമെല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ കേസും വഴക്കാളിൽ ഉണ്ടാവുകയും ചെയ്യും. രണ്ടാമത്തെ ചൊവ്വമണ്ഡലത്തെ പറഞ്ഞത് ബുധന്റെ താഴെയുള്ള. ഇനി ചന്ദ്രമണ്ഡലത്തിലാണ് പറയുന്നത്. ബുധമേടിന് താഴത്തെ കുജനും മണിബന്ധവും മുറ്റി നിൽക്കുന്ന ഭാഗം താൻ ശശിവാഴുന്ന മണ്ഡലം. വിശാല രൂപം കൈക്കൊണ്ട് മുയർന്നും ഭംഗി തേടിയും ചന്ദ്രൻ നിൽക്കുന്നവർക്കുണ്ടായിരുന്നു പുത്രസൗഹൃദം. ഇവർക്ക് ചന്ദ്രൻ ഉയർന്നാണെങ്കിൽ
നല്ല പന്ത് പോലെ ഉണ്ടാവും എന്ന് പറയുന്നത്. ഇവർക്ക് പുത്രന്മാർ ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലാ ആള് ഭാഗ്യം കൂടിയത്, എല്ലാ ഭാഗ്യങ്ങളും ഉണ്ടാവുന്ന ഭാവനാശക്തി, സംഗീത, ജ്ഞാനം, ആത്മീയ ചിന്തയും മാനസോല്ലാസവും ചന്ദ്ര നേർന്നിർക്കുള്ള ലക്ഷണം. വളരെ പൊങ്ങി നിൽക്കുന്ന ശശിമണ്ഡലമുള്ളവർ വളരെ പേര് സമ്പാദിച്ചിടുന്നു ശാസ്ത്രവിദ്യയിൽ. വളരെ പന്ത് പോലെ ഉയർന്നു നിൽക്കുന്ന ചില ശശിമണ്ഡലം കാണാം, ചില ചന്ദ്രമണ്ഡലം. ഇവർക്ക് ശാസ്ത്രവിദ്യയിൽ വളരെയധികം പേര് ഉയർന്നതായിരിക്കും. ഉയർച്ച തെല്ലുമില്ലാതെ പരന്ന ശശിമണ്ഡലം മക്കളില്ലാത്ത മർത്യർക്ക് നിശ്ചയം കണ്ടിടുക. അത് ഈ ചന്ദ്രമണ്ഡലം വളരെയധികം താണ് തേമ്പിപ്പോയ ഒരു ശശിമണ്ഡലം എന്നറിയും. അത് ചന്ദ്രമണ്ഡലം വളരെ താണത്, വളരെ താണത്തായിരിക്കും അത്. അപ്പോൾ അവർക്ക് മക്കളുണ്ടാവില്ല എന്നവർ. ശശിതാണു കരം തന്നിൽ കാണുന്നുണ്ടെങ്കിലായവർ ശത്രുസൗഖ്യം കുറഞ്ഞിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞിടും. ഇവർക്ക് മനസ്സിനൊരു സുഖം ഉണ്ടാവില്ല, സൗഖ്യം ഉണ്ടാവില്ല. ബന്ധപ്പെട്ടെങ്കിലോ കയ്യാന്ന് മാത്രമേ ഉള്ളൂ. സാമ്പത്തികമായിട്ടുള്ള പ്രയാസമായിരിക്കുന്നുണ്ട്. ശശിമേൽ അധിക ചിഹ്നം വിളയാടുന്നുവെങ്കിലും സഞ്ചാരം തൊഴിലായിട്ട് സമ്പാദത്തുണ്ടായിരുന്നതാ. ശശിമേലിൽ അധിക രേഖകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇവർ സഞ്ചരിച്ചിട്ട് എന്തെങ്കിലും സാധനം കൊണ്ട് വിൽക്കുക, ലോട്ടറി മുതലായ സാധനങ്ങൾ അല്ലെങ്കിൽ പല സാധനങ്ങളും കൊണ്ട് വിൽക്കുന്ന, അത് സഞ്ചാരം തൊഴിലായിട്ട് ഇവർക്ക് കാണാം ഇങ്ങനത്തെ രേഖ. ശശിൻ മധ്യമുണ്ടായ രേഖയെ ചുംബിച്ചെങ്കിൽ വിവാഹത്താൽ അവർക്ക് ധനമേരിടും. ഈ ചന്ദ്രമണ്ഡലത്തിൻ്റെ ഒരു രേഖ പോയിട്ട് ആത്മരേഖ തൊടുന്നതാണ്. അവർക്ക് വിവാഹത്തോടനുബന്ധിച്ച് വിവാഹം കഴിഞ്ഞ വരുന്നവർക്ക് ധനം ഒക്കെ ഉണ്ടാവും. ഭാര്യവകയെല്ലാം നല്ല സ്വത്തുക്കൾക്ക് കിട്ടും. മുക്കോണം ശശിയിൽ കണ്ടാൽ ഉണ്ടാകും ചില ചിന്തകൾ. ചന്ദ്രലംഘനമാണെങ്കിൽ ബന്ധുവാൽ മരണപ്പെടും. ഈ ചന്ദ്രമണ്ഡലത്തിൽ മുക്കോണം കണ്ടാൽ നല്ല സ്ഥിരചിന്തകളുള്ള ആളാണ്. ചന്ദ്രൻ്റെ കല ചന്ദ്രനിൽ കാണുവാൻ പാടില്ല, അത് ബന്ധുക്കൾ മരണപ്പെടുക, ബന്ധുവാൽ മരണപ്പെടും എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഇനി ശുക്രമണ്ഡലം എന്ന് പറഞ്ഞാൽ പെരുവിരലിൻ്റെ തായിയാണ്. അത് വിശാലായി കിടക്കുന്നതാണ്, വലിയ മണ്ഡലമാണ് ശുക്രമണ്ഡലം. വ്യാഴബന്ധു കുജന്തൻ്റെ താഴെയായി കങ്കണം വരെ വിശാലമായി കിടക്കുന്നു ശുക്രമണ്ഡലം. ഇങ്ങനെ ക്രമമായിട്ട് ഉയർന്നുള്ള ശുക്രമണ്ഡലമുള്ളവർ ചിത്രവേലയിൽ അത്യന്തം പേരു നേടുന്നു നിർണയം. ഉയർന്ന ശുക്രനാണെങ്കിൽ അഹങ്കാരം വളർന്നിടും, താണതെങ്കിലും ഉണ്ടാകും സ്വാർത്ഥ ചിന്തകൾ. എപ്പോഴും ഉയർന്ന ശുക്രനാണെങ്കിൽ അഹങ്കാരമുള്ളതായിരിക്കും ഉണ്ടാകുന്നത്, താണതാണെങ്കിൽ സ്വാർത്ഥ ചിന്തകൾ. എനിക്കെന്തും വേണത് സമ്പാദിക്കുക, ജീവിക്കുക, എല്ലാം ചെറിയ ലളിതമായിട്ട് ജീവിക്കുക, സമ്പാദിക്കുക. അപ്പോൾ സ്വാർത്ഥ ചിന്തകൾ മാത്രം, എനിക്ക് വേണം. പിന്നെ ഈ ഉയർന്ന ശുക്രമണ്ഡലം കണ്ടു കളിക്കുക അധികമാക്കും 2 നിലയുള്ള വീടുണ്ടാവും, അല്ലെങ്കിൽ ഉയർന്ന സ്ഥലത്തൊരു വീട് വെക്കുന്ന. ശുക്രൻ ഉയർന്നു കഴിഞ്ഞാൽ ഈ ഫലം കൂടി പറയുന്നുണ്ട്. ശുക്രൻ എന്ന് പറഞ്ഞാൽ 2 നില വീട് വെക്കുവാനുള്ള ഭാഗ്യം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു കുന്നും പുറത്ത് ഉയർന്ന സ്ഥലത്ത് വീട് വെക്കുക. നക്ഷത്രം അധിക ചിഹ്നം മുക്കോണിവ ശുക്രനിൽ കണ്ടാൽ ബന്ധുക്കൾ മൂലം വന്നിടുന്നു ധനനാശവും. നക്ഷത്ര ചിഹ്നം വരിക, അധിക ചിഹ്നം മുക്കോണിവ ശുക്രനിൽ കണ്ടാൽ ബന്ധുക്കൾ മൂലം വന്നിടുന്നു ധനനാശവും. അപ്പോൾ ഈ നക്ഷത്രവും അധിക ചിഹ്നം അതുപോലെ തന്നെ മുക്കോണ് ഇവയൊക്കെ ശുക്രമണ്ഡലത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ബന്ധുക്കൾ നാശം വരും എന്ന് പറയുന്നത്. ബന്ധുക്കൾ മൂലം വന്നിടുന്നു ധനനാശവും. ശുക്രനിൽ ചതുരച്ചിഹ്നം ഉണ്ടാകുന്നെങ്കിലായവർ വഴക്കാളിയായിടും, ജയിലിൽ ചെന്ന് വാണിടും. ശുക്രനിൽ ചതുരച്ചിഹ്നം കാണുവാൻ പാടില്ല, വഴക്കാളിക്ക് കാണാന്ന. ജയിലിൽ ചെന്ന് വാണിടുന്നു, ജയിലിൽ കിടക്കേണ്ടി വരും, ജയിലിൽ ചെന്ന് വാണിടും. വികൃതാകൃതിയായുള്ള ചില രേഖകൾ ശുക്രനിൽ കാണുമ്പോൾ ദുഷ്കൃതം ചെയ്യും, വഞ്ചിക്കും തൻ്റെ മക്കളെ. പല രേഖകളായിട്ട് ഇങ്ങനെ ആയിട്ട് കാണാം. വികൃതാതി രേഖ കുറച്ച് നേരെ പോവും, കുറച്ച് പിന്നെ വിലങ്ങനെയായിരിക്കും. ഈ വിലങ്ങന രേഖ കൂടുതലുണ്ടെങ്കിൽ അവർക്ക് ശത്രുക്കൾ കൂടുതലുണ്ടാവും എന്നാണ് പറയുന്നത്. ഇത് ശുക്രൻ്റെ അകത്ത് പിന്നെ നേരെയുള്ള രേഖകൾ പല ആളും സഹായം കിട്ടും. നേരെ മേൽപോട്ട് പോകുന്ന രേഖ ഉണ്ടെങ്കിൽ, നേരെ ക്രോസായിട്ടാണ് പോകുന്നതെങ്കിൽ ഒരുപാട് ശത്രുക്കളുണ്ട്, എല്ലാവരുടെയും തടസ്സങ്ങളായിരിക്കും ഇവർക്ക്. അപ്പോൾ ശുക്രൻ ഏറ്റവും നല്ല ഗ്രഹം തന്നെയാണ്, അത് ഉയർന്നു കിട്ടിയാൽ. അപ്പോൾ ഇതുപോലെ രേഖകൾ ഉണ്ടെങ്കിൽ തന്നെ പിന്നെ വഞ്ചിക്കും തന്നെ മക്കൾക്ക് എല്ലാവർക്കും ഒരുപോലെ സ്വത്തൊന്നും കൊടുക്കൂല. അവർ കുറേ ആൾക്ക് കൊടുക്കും, കുറേ ആൾക്ക് കൊടുക്കൂല. ഇതുപോലത്തെ ചിഹ്നം. ശുക്രമേലിൻ്റെ മധ്യത്തിൽ കറുത്ത മറിവുള്ളവർ സമ്പത്തുണ്ടാക്കുമെന്നാലും ഒക്കെ നഷ്ടമായിടും. ശുക്രൻ്റെ മധ്യത്തിൽ കറുത്ത മറിവുള്ളവരുണ്ടാകും. ചില ആളുകളായി കാണുന്നു, ലക്ഷക്കണക്കിൽ ഒരാളെന്നായി പറയുന്നത്. അപ്പോൾ അത്തരക്കാർക്ക് സമ്പത്തുണ്ടാകുമെന്നാലും ഒക്കെ നഷ്ടമായിടും എന്ന് പറയുന്നത്.
ഇനി മണ്ഡലത്തിൻ്റെ കാര്യങ്ങൾ ഇവിടെ കഴിഞ്ഞ് ഈ ജാതകം നോക്കുമ്പോൾ ആ ജാതകത്തിൽ എന്തോ തെറ്റുണ്ടോ എന്നുള്ളത് ഈ മണ്ഡലങ്ങൾ കയ്യിൽ പരിശോധിച്ചാൽ കിട്ടും. കാരണം ജാതകത്തിൽ എല്ലാം ഒരുപോലെയല്ല ഉണ്ടാവുക. ഇപ്പോൾ സമയം പറയുന്നതാണെങ്കിലും പിന്നെ ഒരേ സ്ഥലത്ത് തന്നെ ജനിച്ചൊരിക്കുന്ന ഒരേ ജാതകം ഏതെങ്കിലും അവരുടെ കൈയെല്ലാം പല ജാതിയിലുണ്ട്. ഇപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ അടുത്തുള്ള ചില ബേബി മെമ്മോറിയൽ അതുപോലത്തുള്ള സ്ഥലത്തെല്ലാം ഒരേ സമയത്ത് തന്നെ പ്രസവിക്കുന്നുണ്ട് കുട്ടികൾ. പക്ഷെ അവരെ ജാതകം ഒരുപോലെ ഉണ്ടാവും, പക്ഷെ കൈകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതാണ് ഇതിൻ്റെ ജാതകത്തിന് എന്താ തെറ്റുണ്ടോ എന്നുള്ളത് കയ്യിൽ നോക്കിയിട്ട് പറയാൻ സാധിക്കും എന്നാണ് പറയുന്നത്. കയ്യിൽ ഏതാണ് പിന്നെ വ്യാഴം നല്ലതാണെങ്കിൽ അത് ജാതകത്തിലും കാണണം. അതുപോലെ തന്നെ അതുപോലെ ശനി ഉന്നതമായിട്ടുള്ളതാണെങ്കിൽ അതും ജാതകത്തിൽ വരണം. ഇങ്ങനെ ഒരാളെ കണ്ട് മുഖലക്ഷണം ഒക്കെ നോക്കിയാൽ ജാതകത്തിൽ തെറ്റുണ്ടോ ഇല്ലയോ എന്നുള്ളത് തിരിച്ചറിയാം. ജാതകം എന്ന് പറഞ്ഞാൽ ഒരു പണ്ടുള്ള ജാതകമാണ് ഏറ്റവും കൂടുതൽ ഗുണമായിട്ടാണ്. ഇപ്പോഴുള്ള ചില വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആയുസ് ഒക്കെ ഇപ്പോൾ ജാതകത്തിലെ കാണാൻ എത്രയോ ആയുസ്സുള്ളവർ കണ്ടിട്ടുണ്ട്. അതുപോലെ ഇന്നത്തെ ഈ മണ്ഡലങ്ങളുടെ ഇവിടെയൊക്കെ അവസാനിക്കുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. അടുത്തത് നമുക്ക് രേഖയെ പറ്റി പറയണം. അടുത്ത വീഡിയോയിൽ അത് ഇങ്ങോട്ട് തുടക്കം ഈ കോടാംഗി ശാസ്ത്രത്തിൻ്റെ ഇതിലൂടെ അവസാനിക്കുന്നതാണ്. ഇനി നക്ഷത്ര ഫലങ്ങളെ പറ്റി പറയൂലത്. അത് കഴിഞ്ഞാൽ കോടാംഗി കഴിഞ്ഞ് പിന്നെ അസ്തരേഖാ ശാസ്ത്രം, ഹയറു, അതുപോലെ തന്നെ പിന്നെ ഷീറു, ഇങ്ങനെ പല ആളുകൾ എഴുതിയിട്ടുണ്ട്. അത് അവതരിപ്പിക്കും അടുത്ത വീഡിയോയിൽ. അടുത്ത വീഡിയോ കഴിഞ്ഞ പാട് അത്. അപ്പോൾ ഇതേ ഈ ശുക്രമണ്ഡലം അതുപോലെ തന്നെ ശനിമണ്ഡലം, ചൊവ്വ മണ്ഡലം ഒക്കെ ഉള്ള മണ്ഡലങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.